ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗിന്റെ പതനവും ഇസ്ലാമിക ശക്തികളുടെ തിരിച്ചുവരവും ചൈനയുടെയും പാകിസ്ഥാന്റെയും വർദ്ധിച്ചുവരുന്ന സ്വാധീനവും ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധങ്ങളിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. 1971 ശേഷം ഇന്ത്യക്ക് ഏറ്റവും വലിയ തന്ത്രപരമായ വെല്ലുവിളി ഉയർത്തുന്ന സാഹചര്യമാണ് ഇപ്പോൾ ബംഗ്ലാദേശിലുള്ളതെന്ന് വിദേശകാര്യ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി റിപ്പോർട്ട്. ബംഗ്ലാദേശ് പ്രതിസന്ധിയിൽ ചൈനയുടെയും പാകിസ്ഥാന്റെയും പങ്കിനെക്കുറിച്ചും കോൺഗ്രസ് എം പി ശശി തരൂർ അധ്യക്ഷനായ പാർലമെന്ററി കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇന്ത്യ വളരെ ജാഗ്രതയോടെ കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ് ഇതെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. 1971 വെല്ലുവിളി നിലനിൽപ്പിന്റെയും മാനുഷികവും ഒരു പുതിയ രാഷ്ട്രത്തിന്റെ ജന്മവുമായിരുന്നുവെങ്കിൽ ഇപ്പോഴത്തേത് കൂടുതൽ ഗൗരവമേറിയതാണ്. ബംഗ്ലാദേശിലെ രാഷ്ട്രീയ പരിവർത്തനവും പുനഃക്രമീകരണവും ഇന്ത്യയുടെ സുരക്ഷയിലും വിദേശനയ അന്തരീക്ഷവും മാറ്റം വരുത്താൻ കഴിയുന്ന വെല്ലുവിളികൾ ഉയർത്തുന്നുവെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ബംഗ്ലാദേശിന് പാകിസ്ഥാനുമായുള്ള ബന്ധത്തിലുണ്ടായ മാറ്റം, അടിസ്ഥാന സൗകര്യങ്ങൾ, തുറമുഖ വികസനം, പ്രതിരോധ സഹകരണം എന്നീ മേഖലകളിൽ ചൈന ഉണ്ടാക്കിയെടുക്കുന്ന സ്വാധീനം എന്നിവയിൽ കമ്മിറ്റി ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. മോംഗ്ല തുറമുഖത്തിന്റെ വികസനം, ലാൽമോണിഹട്ട് എയർബേസ്, പെക്കോയിലെ സബ്മറൈൻ ബേസ് എന്നിവ പോലുള്ള പദ്ധതികളെ സംബന്ധിച്ചുള്ള ആശങ്കയും കമ്മിറ്റി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെ എല്ലാ വിഭാഗങ്ങളെയും ചൈന സ്വാധീനിക്കുന്നുണ്ട്. അവർ ചൈന സന്ദർശിച്ചിട്ടുണ്ടെന്നും പാർലമെന്ററി പാനൽ അറിയിച്ചു. വിദേശ ശക്തികൾ ബംഗ്ലാദേശിൽ സൈനിക താവളം സ്ഥാപിക്കുന്നത് കർശനമായി നിരീക്ഷിക്കണമെന്ന് പാനൽ ശുപാർശ ചെയ്തിട്ടുണ്ട്. മുമ്പ് നിരോധിക്കപ്പെട്ട ജമാഅത്തെ ഇസ്ലാമിയുടെ തെരഞ്ഞെടുപ്പ് രജിസ്ട്രേഷൻ പുനഃസ്ഥാപിച്ചിട്ടുണ്ടെന്നും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ പങ്കെടുക്കാൻ അത് അവരെ സഹായിക്കുമെന്നും പാർലമെന്ററി പാനൽ ചൂണ്ടിക്കാട്ടി. അതേസമയം ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള അവാമി ലീഗിന്റെ രാഷ്ട്രീയ ആധിപത്യത്തിന്റെ തകർച്ചയാണ് ഇന്ത്യക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുന്നതിന് കാരണമായ ഒരു പ്രധാന ഘടകം. ഇടക്കാല സർക്കാർ അവാമി ലീഗിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത് തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നതിൽ നിന്നും അവരെ തടയുന്ന സാഹചര്യമാണുള്ളത്. ഇതിനിടെ ഇന്ത്യയുടെ പരമാധികാരത്തെയും പ്രാദേശിക അഖണ്ഡതയും നേരിട്ട് ഭീഷണിപ്പെടുത്തുന്ന പ്രസ്താവനകളും ബംഗ്ലാദേശിൽ നിന്ന് വന്നിട്ടുണ്ട്. ഈ ആഴ്ച ഒരു തീവ്രവാദ ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പ് ഇന്ത്യൻ ഹൈക്കമ്മീഷന് സമീപം നടത്തിയ പ്രതിഷേധ പ്രകടനത്തെ തുടർന്ന് ധാക്കയിലുള്ളതുൾപ്പെടെ 3 ഇന്ത്യൻ വിസ അപേക്ഷാ കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടിയിരുന്നു. ഷെയ്ഖ് ഹസീനയെ കൈമാറ്റം ചെയ്യണമെന്ന അടക്കമുള്ള ആവശ്യമാണ് ഇവർ ഉയർത്തുന്നത്. അതേസമയം കഴിഞ്ഞ വർഷം ബംഗ്ലാദേശിൽ നടന്ന ജൻസി പ്രക്ഷോഭങ്ങളെ നയിച്ച യുവ നേതാവ് കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ധാക്കയിൽ പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്. അജ്ഞാത സംഘത്തിന്റെ വെടിയേറ്റ് സിംഗപ്പൂരിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ഷെരീഫ് ഒസ്മാൻ ഹാദി മരണപ്പെട്ടിരിക്കുകയാണ്. കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാണ് പ്രതിഷേധക്കാർ തെരുവിലിറങ്ങിയത്. രാജ്യത്തെ 2 പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ തലസ്ഥാനത്തെ നിരവധി കെട്ടിടങ്ങൾ അഗ്നിക്കിരയാക്കി. കെട്ടിടങ്ങൾക്കുള്ളിൽ കുടുങ്ങിക്കിടന്ന ജീവനക്കാരെ ഏറെ ബുദ്ധിമുട്ടിയാണ് പുറത്തെത്തിച്ചത്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.